ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു കുറഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. കാരണം നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല. പക്ഷേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അതേ ഒരു ഇഫക്റ്റിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്റ്റെപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ല ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ ഈ ഫേഷ്യൽ വെച്ചിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഓണത്തിനൊക്കെ ഒരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആദ്യം ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കടലമാവാണ്. അപ്പം ചിലരുടെ സ്കിന്നിന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവ് പറ്റില്ല. അത് എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ളവരുടെ സ്കിന്നിനാണ് കേട്ടോ കടലമാവ് പറ്റാത്തത്. അങ്ങനെയുള്ളവർ റൈസ് പൗഡർ എടുത്താൽ മതി. അപ്പോൾ ഒരു സ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാടൻ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിൽ തരികൾ ഉണ്ടാവും. അപ്പോൾ സ്ക്രബ് ചെയ്യാനുള്ള നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റിനകത്ത് തരി ഇല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും റിമൂവ് ആവില്ല. അതുകൊണ്ടാണ് നല്ല തരികളുള്ള കാപ്പിപ്പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തൈരാണ് കേട്ടോ. കാരണം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും തൈര് യോജിച്ചതാണ്. ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ ഓയിലി ആയാലും നോർമൽ ആയാലും ഡ്രൈ ആയാലും നിങ്ങൾ തൈര് യൂസ് ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒഴിച്ച് വാട്ടറി ആക്കരുത്. കാരണം ഒരു കട്ടിയുള്ള ഒരു തിക്നെസ് ഉള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആകില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇതപ്പോൾ ഇത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കണം. കുറേ ഒരുപാട് കട്ടി ആവുകയും ചെയ്യരുത്, പക്ഷേ ഒരുപാട് വാട്ടറിയും ആവരുത്. ആ രീതിയിൽ എടുക്കുക. പിന്നെ തരിയുള്ള കാപ്പിപ്പൊടി മാത്രമേ ഇതിന് യൂസ് ചെയ്യാവുള്ളൂ സ്ക്രബിന്. കാരണം നമ്മളിത് മസാജിങ് ഇതോ അല്ലെങ്കിൽ ഫേസ് പാക്ക് ആ ടൈപ്പ് അല്ല, സ്ക്രബാണ്. അപ്പോൾ തരി വേണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതെടുക്കുമ്പോൾ കൈകൊണ്ട് നോക്കുമ്പോൾ അറിയാം തരിയുള്ള കാപ്പിപ്പൊടി ആണോ എന്നുള്ളത്. അപ്പോൾ അത് മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, പിഗ്മെൻറ്റേഷൻ ഉള്ളവർ നിങ്ങളിത് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, അപ്പം വീക്ക്ലി വൺസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ ലിക്കോറൈസ് പൗഡറും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അത് മറക്കരുത്. നമ്മളുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് സ്ക്രബിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് കൊണ്ട്, നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഉള്ളവർക്ക് മിൽക്ക് കൊണ്ടും, അതുപോലെ ഒരുപാട് ഓയിലി ആണ് സ്കിൻ കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറും കൊണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഓയിൽ, ഇപ്പം വീട്ടിൽ കോക്കനട്ട് ഓയിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് മതി. അത് കുറച്ചൊരു 3-4 ഡ്രോപ്സ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് നെക്കിലും അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് ബെസ്റ്റ് ഒരു ക്ലെൻസറാണ്. ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് ക്ലെൻസിങ്, ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുമ്പോൾ ഒരു ഓയിൽ ക്ലെൻസിങ് ചെയ്യാന്നുള്ളത്. വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ നോർമലി ഇത് റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കിന്നിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നിങ്ങൾക്ക് തനിയെ അറിയാൻ പറ്റും. മൂക്കിൻ്റെ സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ സ്റ്റീം എടുക്കുക. ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പോരും കേട്ടോ. നമ്മളൊന്ന് ഈ സ്ക്രബ് ചെയ്ത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നമ്മളൊന്ന് മുകളിലേക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല രീതിയിൽ ഇളകി പോരും. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അറിയാലോ, മീൻസ് ഒരുപാട് ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫേഷ്യൽ ചെയ്യണ. ഇതിനകത്ത് കുറച്ച് നമുക്ക് അത്യാവശ്യം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനും ഇപ്പോൾ ഈ ഇതിൽ ചെയ്തിട്ടില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് ഇത് ഈ നോസിൻ്റെ ഈ സൈഡിലും അതുപോലെ നമ്മുടെ ചിന്നില്ലേ, ചിന്ന്, അതുപോലെ ലിപ്സിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇടാം. പിന്നെ ചിലർക്ക് ഫോർഹെഡിൽ ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഇട്ടിട്ട് കുറച്ചൊരു തരി ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ള സ്ഥലത്താണ് കൂടുതലും അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ അപ്പോൾ ഈ 2 കൈയും ഇതുപോലെ ഒന്ന് ഇത് ചെയ്ത് നല്ലതുപോലെ ഇതുപോലെ മേളിലേക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഒരു 1 മിനിറ്റ് സ്ക്രബ് ചെയ്യുക, 1 to 2 മിനിറ്റ്സ് സ്ക്രബ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള മസാജിങ് സ്റ്റെപ്പിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ് ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓയിലിയാണ് കടലമാവ്, ഒരുപാട് ഓയിലിയാണ്. നിങ്ങൾക്ക് കടലമാവ് പറ്റാത്ത സ്കിൻ ആണെങ്കിൽ ഇതിന് പകരം 1 സ്പൂൺ റൈസ് പൗഡർ, ഒട്ടും തരിയില്ലാത്ത റൈസ് പൗഡർ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഇത് ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള കാപ്പിപ്പൊടി അല്ല ഇതിനെടുക്കുന്നത്, അതിൽ തരികൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഒരു 5 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആ ഒരു 5 റുപ്പീസിൻ്റെ പാക്കറ്റ് മേടിച്ചാൽ മതി. അപ്പോൾ 1 സ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരാണ് കേട്ടോ. ക്രീം രൂപത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്, കാരണം ഇത് മസാജിങ് ക്രീം പ്ലസ് ഫേസ് പാക്ക് ആണ്. അപ്പം നമ്മൾ എക്സ്ട്രാ ഇനി ഫേസ് പാക്ക് ഒന്നും ഉണ്ടാക്കണില്ല. ഇത് മാത്രമാണ് നമ്മൾ മസാജിങ് ക്രീമായിട്ടും അതുപോലെ തന്നെ ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്ക്രബ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ വൈപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കഴുകി കളയുക. അപ്പോൾ അതിന് ശേഷം ഒന്ന് നല്ലതുപോലെ തുടച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് മസാജിങ് ക്രീം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മസാജിങ് ക്രീമും ഫേസ് പാക്കും എല്ലാം കൂടിയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് 2 സ്റ്റെപ്പിൽ നമ്മളിത് തീർക്കുകയാണ്, ഒരുപാട് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകണില്ല. അപ്പോൾ ഇത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ്സ് എങ്കിലും കുറഞ്ഞത് മസാജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീക്ക്ലി ചെയ്യുകയാണെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാം കേട്ടോ, 4 മിനിറ്റൊക്കെ മസാജ് ചെയ്യാം. സോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ക്രീം എടുത്തിട്ട് നല്ല ഒരു സ്മൂത്താണ് കേട്ടോ. നമ്മൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഒരു ഇതാണ്, നല്ല കൺസിസ്റ്റൻസി വേണം, എങ്കിലാണ് മസാജ് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാടൻ കോഫി, ആദ്യം എടുത്ത കോഫി ഉപയോഗിക്കരുത്. അത്യാവശ്യം എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ക്രബ് ഞാൻ നേരത്തെ ചെയ്തില്ല, അത് നെക്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനത് വിട്ടുപോയതാണ് അന്നേരം പറയാനായിട്ട്. ഇത് കഴുത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം 2 കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ റൗണ്ടായിട്ട്, വളരെ ജെൻറ്റിലായിട്ട് കേട്ടോ, ഒരുപാട് പ്രഷർ ഒന്നും കൊടുക്കരുത്. ഇതുപോലെ റൗണ്ട് ഇതിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് കൈ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ, അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എത്ര ഉണ്ടാക്കിയോ ആ ഫുള്ളായിട്ടുള്ള മസാജിങ് ക്രീം യൂസ് ചെയ്യണം കേട്ടോ ഈ 4 മിനിറ്റിൽ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ണിൽ അടിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. കോഫി ആൻഡ് കേർഡ് ആയതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. കണ്ണിനടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് നമ്മളിത് വെക്കണം. വച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2 സ്റ്റെപ്പാണ്. അത് മാത്രമല്ല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളതും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കൂടുതലുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയാൽ മാത്രമേ നമ്മൾ ആ മസാജ് ചെയ്യുന്നതിൻ്റെയും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഒരു ഇഫക്റ്റ് കിട്ടുള്ളൂ. റിസൾട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ സ്റ്റെപ്പ് നല്ലതുപോലെ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മസാജിങ് ആ ഒരു ഇത് തന്നെ നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസിലി ചെയ്യാം. പിന്നെ പിഗ്മെൻറ്റേഷൻ പാടുകളുള്ളവർ നിങ്ങൾ റെഗുലറായിട്ട് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റായിട്ടൊരു റിസൾട്ടും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.